ക്രിസ്ത്യ ജീവിതം പോൽ ഭാഗ്യം പാരിലെന്തുള്ളൂ. ക്രിസ്ത്യ ജീവിതം പോൽ ഭാഗ്യം പാരിലെന്തുള്ളൂ. ക്രിസ്തീയ ജീവിതം പോലെയുള്ളൊരു മകൾ ഭാഗ്യമാൻ ജീവിതം പാരിലെന്തുള്ളൂ. ക്രിസ്ത്യ ജീവിതം പോൽ ഭാഗ്യം പാരിലെന്തുള്ളൂ. കർത്താവിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവര് 72 സങ്കീർത്തനം അതിന്റെ 4 മുതലുള്ള വചനഭാഗങ്ങൾ നമുക്ക് വായിക്കാം. ജനത്തിൽ എളിയവർക്ക് അവൻ ന്യായം പാലിച്ചു കൊടുക്കട്ടെ. ദരിദ്ര ജനത്തെ അവൻ രക്ഷിക്കുകയും പീഡിപ്പിക്കുന്നവനെ തകർത്ത് കളയും ചെയ്യട്ടെ. സൂര്യചന്ദ്രന്മാരുള്ള കാലത്തോളവും അവർ തലമുറ തലമുറയായി നിന്നെ ഭയപ്പെടട്ടെ. അരിഞ്ഞ പുൽപ്പുറത്ത് പെയ്യുന്ന മഴ പോലെയും ഭൂമിയെ നനയ്ക്കുന്ന വൻമഴ പോലെയും അവൻ ഇറങ്ങി വരട്ടെ. അവന്റെ കാലത്ത് നീതിമാന്മാർ തഴയ്ക്കട്ടെ. ചന്ദ്രനുള്ളിടത്തോളം സമാധാന സമൃദ്ധി ഉണ്ടാകട്ടെ. വചനം കേൾക്കുന്നത്, ജനത്തിൽ എളിയവർക്ക് അവൻ ന്യായം പാലിച്ചു കൊടുക്കട്ടെ. ജനത്തിൽ എളിയവർക്ക് അവൻ ന്യായം പാലിച്ച് കൊടുക്കട്ടെ. ആമേൻ. 41 സങ്കീർത്തനം അതിലെ 1 വാക്യം തന്നെ പറയുന്നത്, എളിയവനെ ആദരിക്കുന്നവൻ ഭാഗ്യവാൻ. അനർത്ഥ ദിവസത്തിൽ യഹോവ അവനെ വിടുവിക്കും. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് ജനത്തിൽ എളിയവർക്ക് അവൻ ന്യായം പാലിച്ചു കൊടുക്കട്ടെ എന്നാണ് വചനം നമ്മളെ കേൾപ്പിക്കുന്നത്. അതാണല്ലോ കർത്താവിന് ഏറ്റവും ഇഷ്ടം. ദരിദ്ര ജനത്തെ അവൻ രക്ഷിക്കുകയും പീഡിപ്പിക്കുന്നവനെ തകർത്ത് കളയും ചെയ്യട്ടെ. സൂര്യചന്ദ്രന്മാരുള്ള കാലത്തോളവും അവർ തലമുറ തലമുറയായി നിന്നെ ഭയപ്പെടട്ടെ. തലമുറ തലമുറയായിട്ട് ഭയപ്പെട്ട് ദൈവത്തെ ആരാധിക്കുവാൻ. ആമേ സ്തോത്രം. ദൈവമക്കളെ, ഇന്ന് വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വചനം നമ്മുടെ ഹൃദയത്തിൽ ക്രിയ ചെയ്യും എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. വിശ്വാസത്തോടെയാണ് ഈ വചനം കേൾക്കുന്നതെങ്കിൽ ദൈവമക്കളെ, കേട്ട വചനം നമ്മുടെ ഹൃദയത്തിൽ ക്രിയ ചെയ്യും. ദൈവത്തിന് സ്തോത്രം. തലമുറ തലമുറയായിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടതിന് ഒരു തലമുറയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന കുഞ്ഞെ, ഈ വചനം ഹൃദയത്തിൽ ഏറ്റെടുത്തു. ദൈവം പ്രവർത്തിക്കും. ദൈവത്തിന് സ്തോത്രം. സൂര്യചന്ദ്രന്മാരുള്ള കാലത്തോളവും അവർ തലമുറ തലമുറയായി നിന്നെ ഭയപ്പെടട്ടെ. അരിഞ്ഞ പുൽപ്പുറത്ത് പെയ്യുന്ന മഴ പോലെയും ഭൂമിയെ നനയ്ക്കുന്ന വൻമഴ പോലെയും അവൻ ഇറങ്ങി വരട്ടെ. അവന്റെ കാലത്ത് നീതിമാന്മാർ തഴയ്ക്കട്ടെ. ഗ്ലോറി സ്തോത്രം. ചന്ദ്രനുള്ളത്തോളം സമാധാന സമൃദ്ധി ഉണ്ടാകട്ടെ. അവന്റെ കാലത്ത് നീതിമാന്മാർ തഴയ്ക്കട്ടെ. നന്നായിട്ടൊരു പ്രവർത്തനം നടത്തുമെങ്കിൽ, ജനത്തെ പരിപാലിക്കേണ്ട പോലെ പരിപാലിക്കുമെങ്കിൽ നീതിമാന്മാർ തഴയ്ക്കും. ദൈവമക്കളെ സ്തോത്രം. ചന്ദ്രനുള്ളിടത്തോളം സമാധാന സമൃദ്ധി അവിടെ ഉണ്ടാകട്ടെ എന്നാണ് വചനം നമ്മളെ കേൾപ്പിക്കുന്നത്. ഉറപ്പായിട്ടും അതിനകത്ത് ദൈവം പ്രവർത്തിക്കും. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. അവന്റെ കാലത്ത് നീതിമാന്മാർ തടയ്ക്കട്ടെ. ചന്ദ്രനുള്ളിടത്തോളം സമാധാന സമൃദ്ധി ഉണ്ടാകട്ടെ. ആമേ സ്തോത്രം. ഹല്ലേലൂയ. ദൈവമക്കളെ, ഈ ലോകത്തിൽ ഒരുപാട് കഷ്ടങ്ങൾ നിറഞ്ഞൊരു ജീവിതമാണ് നമ്മുടെ എല്ലാവരുടെയും ജീവിതം. ഒന്നല്ല മറ്റേതെങ്കിലും വിധത്തിൽ പല വിധത്തിലുള്ള പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോഴും ദൈവത്തിൻ്റെ മക്കളെ ആ വിധിച്ച ചിറക്കിൻ മറവിൽ മറയ്ക്കും. ദൈവമക്കളെ, പട്ടുമെത്തയല്ല ക്രിസ്തീയ ജീവിതം. ഒരു പാട്ടിൻ്റെ ആ വരി പോലും ഞാൻ ഈ സമയത്ത് ഓർത്തു പോകുന്നു. ദൈവകൃപയാൽ എഴുതിയവരെ ദൈവം അനുഗ്രഹിക്കട്ടെ. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതമാണെന്ന് പറയുമ്പോഴും ക്രിസ്തീയ ജീവിതം കഷ്ടത നിറഞ്ഞ ജീവിതമാണ്. ആ കഷ്ടതയെ പട്ടുമെത്തയാക്കുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട വലിയ സാന്നിധ്യം, ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം ഈ എല്ലാ ഇടങ്ങളിലും കർത്താവിൽ വിശ്വസിക്കുന്ന എല്ലാ മക്കളുടെ മേലും കർത്താവ് നിറയ്ക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമക്കളെ, പച്ചപ്പുൽ തകിടയിൽ കൂടി നമ്മളെ നടത്തുന്ന സ്വർഗത്തിലെ നല്ല ദൈവത്തിൻ്റെ സാന്നിധ്യം അറിയുന്നത് എപ്പോഴാണെന്നറിയോ ദൈവമക്കളെ? സമൃദ്ധിയിലിരിക്കുമ്പോഴല്ല, വളരെ ഞെരുക്കത്തിൻ്റെ നടുവിൽ, കഷ്ടതയുടെ നടുവിൽ, സങ്കടങ്ങളുടെ നടുവിൽ, വേദനയുടെ നടുവിൽ, ഉപദ്രവങ്ങളുടെയൊക്കെ നടുവിൽ ദൈവമക്കളെ, കർത്താവിൻ്റെ സാന്നിധ്യം ഒരിക്കലും തൻ്റെ മക്കളെ വിട്ട് മാറി പോകത്തില്ല. മാറാത്ത ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മൾ ഭാഗ്യമുള്ളവരാ. ആമേ സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട നല്ല സാക്ഷികളായി തീരുവാൻ കർത്താവ് നമ്മളെല്ലാവരും ഒരുക്കട്ടെ. സ്തോത്രം. പ്രാർത്ഥിക്കാം. സ്തോത്രം കർത്താവേ, കരുണാസമ്പന്ന എൻ്റെ സ്വർഗീയ നല്ല ദൈവമേ, തലമുറ തലമുറയായിട്ട് അങ്ങേ വാഴ്ത്തേണ്ടതിന് ഒരു തലമുറയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നപ്പാ,
ദൈവമായ കർത്താവെ, ഈ കേട്ട വചനം വിശ്വസിച്ച് ഏറ്റെടുക്കുന്നിടത്ത് ദൈവാത്മാവ് ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. വിശ്വസിക്കുന്ന മക്കൾ ദൈവത്തിൻ്റെ മഹത്വം കാണുവാൻ തക്കവണ്ണം എൻ്റെ ദൈവമായ കർത്താവെ, നന്മയ്ക്കായി ഒരടയാളം കൊടുത്ത് ദൈവം അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ദൈവത്തിൻ്റെ കരങ്ങൾക്ക് കീഴിൽ ആമേ സ്തോത്രം, സമാധാനത്തോടെ സന്തോഷത്തോടെ ഇനിയുള്ള കാലം കർത്താവിന് വേണ്ടി നല്ല സാക്ഷികളായി തീരേണ്ടതിന് കർത്താവെ അവിടുന്ന് ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. അലട്ടുന്ന എല്ലാ സങ്കടങ്ങളും വേദനകളും കർത്താവെ, കൈപ്പാരിക്കുന്ന എല്ലാ അനുഭവങ്ങളും ദൈവമായ കർത്താവ് നീ കാണുന്നല്ലോ ദൈവമേ. ഇതിൽ നിന്നെല്ലാം നിന്റെ മക്കൾക്കൊരു മോചനം കൊടുത്ത് ദൈവമായ കർത്താവ് അനുഗ്രഹിക്കണമേ. ഏറെ സങ്കടത്തിലിരിക്കുന്ന മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ, നിന്റെ മക്കൾക്ക് സമാധാനം കൊടുത്ത് ദൈവം അനുഗ്രഹിക്കണമേ. ഇന്ന് നിന്റെ മക്കളുടെ ഭവനത്തിൽ നന്മയ്ക്കായി ഒരടയാളം കർത്താവ് ഒരുക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നപ്പാ, കൃപയോടെ കേൾക്കണമേ. ആമേ സ്തോത്രം.